ചട്ടമ്പി സ്വാമികൾ അധ്യായം 6. നിങ്ങൾ നീതിമാനല്ലാതെ ഇരിക്കുകയും ഒപ്പം നീതി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് നീതിയല്ല. പരിവ്രാജകന്റെ സഞ്ചാരങ്ങൾ. ദേശസഞ്ചാരത്തിൽ അതിയായ താല്പര്യമുള്ള ആളായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ഏറ്റുമാനൂരിൽ നിന്നും വടക്കോട്ട് ആലുവ വരെയും തെക്ക് തിരുവനന്തപുരം വരെയും യാത്ര ചെയ്യുവാൻ സ്വാമികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ ഗതാഗത സൗകര്യങ്ങൾ ഇല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് യാത്രയോട് അത്രയ്ക്ക് താല്പര്യമായിരുന്നു. സ്വാമികളുടെ പ്രശസ്തി വടക്കൻ തിരുവിതാംകൂറിലും അതിനപ്പുറത്തേക്കും സാവധാനം വ്യാപിച്ചുകൊണ്ടിരുന്നു. ആ പ്രദേശങ്ങളിലുള്ള പണ്ഡിതന്മാരും വേദവിശാധരന്മാരും സ്വാമികളുടെ കീർത്തിയിൽ ആകൃഷ്ടരായി. ചില നാട്ടുപ്രമാണിമാരും ഉദ്യോഗസ്ഥന്മാരും സ്വാമികളെ സഹായിക്കുവാൻ തയ്യാറായെങ്കിലും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുവാൻ സ്വാമികൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. മൂവാറ്റുപുഴയിൽ ഓവർസിയർ കേവശവ പിള്ളയോടൊപ്പം താമസിച്ചിരുന്ന കാലത്താണ് സ്വാമികൾ പിൽക്കാലത്ത് തന്റെ പ്രിയ ശിഷ്യനായി തീർന്ന നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളെ കണ്ടുമുട്ടുന്നത്. മൂവാറ്റുപുഴയിലെ മാറാടി എന്ന ഗ്രാമത്തിലെ അഭിജാത നായർ കുടുംബത്തിലായിരുന്നു നീലകണ്ഠ തീർത്ഥപാദരുടെ ജനനം. മാതാപിതാക്കളുടെ പ്രിയപുത്രനായി വളർന്നു വന്ന അദ്ദേഹം സുഖസൗകര്യങ്ങൾക്ക് നടുവിലാണ് വളർന്നു വന്നത്. ഈശ്വരഭക്തിയും കൃത്യനിഷ്ഠയും നിശ്ചയദാർഢ്യവും ആ ബാലനിൽ വിളങ്ങിയിരുന്നു. മലയാളത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം തീർത്ഥപാദർ ഇംഗ്ലീഷ് അഭ്യസിപ്പിക്കുവാൻ നിയുക്തനായി. എറണാകുളത്ത് ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ചേർന്ന് പഠിക്കുന്ന കാലത്ത് കുടുംബത്തിന് പാരമ്പര്യമായി ലഭിച്ചിട്ടുള്ള വിഷചികിത്സയും മന്ത്രവാദ പ്രയോഗങ്ങളും തീർത്ഥപാദരുടെ മനസ്സിൽ വ്യാപരിക്കുവാൻ തുടങ്ങി. ഈ മേഖലയിൽ അദ്ദേഹം ചില സിദ്ധികൾ സമ്പാദിച്ചു. പഠന വിഷയങ്ങളെക്കാൾ ജപത്തിലും തപസ്സിലുമായിരുന്നു ആ ബാലന് താല്പര്യം. ആധ്യാത്മികമായ ഏതോ ലക്ഷ്യത്തിലേക്കാണ് തൻ്റെ മകന്റെ പോക്കെന്ന് മാതാപിതാക്കൾക്കും മറ്റു ബന്ധുക്കൾക്കും മനസ്സിലായി. ആർഷ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നവരായിരുന്നു തീർത്ഥപാദരുടെ മാതാപിതാക്കൾ. അവർ മകന്റെ താല്പര്യത്തെ അനുകൂലിച്ചു. സംസ്കൃതം, തർക്കം, വ്യാകരണം എന്നിവയിൽ തീർത്ഥപാദർ ഇതിനിടയിൽ അവഗാഹം നേടിയിരുന്നു. കവിതയിൽ വലിയ താല്പര്യമുണ്ടായിരുന്ന ആ ബാലൻ പ്രസ്തുത മേഖലയിലും തന്റെ കഴിവ് പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. തീർത്ഥപാദരുടെ കുടുംബ വകയിൽപ്പെട്ട ഒരു വീട്ടിലാണ് സ്വാമികൾ താമസിച്ചിരുന്നത്. സ്വാമിയുടെ സിദ്ധികൾ പ്രചരിച്ചതോടെ അദ്ദേഹത്തിന്റെ ദർശനത്തിനായി ആളുകൾ കൂട്ടമായി എത്തി. അദ്ദേഹത്തിന്റെ വേദാന്ത പ്രഭാഷണം അന്നാട്ടിൽ പ്രസിദ്ധമായിരുന്നു. പാമ്പിനെ വിളിച്ചു വരുത്തി തന്റെ മനസ്സിലുള്ളത് അതിനെ മനസ്സിലാക്കിക്കുവാനുള്ള സിദ്ധി സ്വാമിക്കുണ്ടെന്ന കാര്യം നാട്ടിൽ പരന്നു. ഈ ഘട്ടത്തിലാണ് ബാലനായ നീലകണ്ഠ തീർത്ഥപാദർ വിഷവൈദ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ സ്വാമിയുടെ അടുത്തെത്തിയത്. ആ ബാലന്റെ വിജ്ഞാന തൃഷ്ണയും വിനയവും ആർജവവും സ്വാമികളെ ആകർഷിച്ചു. ആ ബാലന് ആധ്യാത്മികമായ മാർഗോപദേശത്തിൽ നിന്ന് യോഗ്യനാണെന്ന് സ്വാമികൾക്ക് മനസ്സിലായി. അല്പനേരം സ്വാമികളുടെ മധുരോധാരമായ പ്രഭാഷണം കേട്ടപ്പോൾ അദ്ദേഹത്തോട് വലിയ ആരാധന തോന്നിയ തീർത്ഥപാദർക്ക് സ്വാമികളുടെ ശിഷ്യത്വം ലഭിക്കുവാൻ ആഗ്രഹമുണ്ടായി. വിഷചികിത്സയിൽ ജ്ഞാനമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും അവനവന്റെ ഉള്ളിലുള്ള വിഷം എടുത്തു കളയുന്നവനാണ് പഠിക്കേണ്ടതെന്നും ഫലിതരൂപേണ സ്വാമികൾ പറഞ്ഞപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന പൊരുൾ തീർത്ഥപാദരുടെ പ്രതിഭയിൽ തെളിഞ്ഞു. സ്വാമികളുടെ ഉപദേശം അനുസരിച്ച് വേദാന്ത സംബന്ധിയായ ഗ്രന്ഥികൾ തീർത്ഥപാദർ പഠിക്കുവാൻ ആഗ്രഹിച്ചു. ഇതോടെ ഇംഗ്ലീഷ് ഭാഷ വിട്ട് പുരാണ പാരായണത്തിലും വ്രതാചാരണങ്ങളിലും ആ യുവാവ് മുഴുകി. വേദാന്തത്തിലെ ഗഹനമായ ഭാഗങ്ങൾ ശിഷ്യ ഹൃദ്യസ്ഥമാക്കിയതിൽ ആഹ്ലാദിച്ച സ്വാമികൾ ഉപരിപാഠങ്ങളും യോഗമുറകളും ശിഷ്യന് ഉപദേശിച്ചു കൊടുത്തു. നീലകണ്ഠ തീർത്ഥപാദരെ പോലെയുള്ള ശിഷ്യന്മാരെ ലഭിച്ചുവെങ്കിലും സ്വാമികൾ മൂവാറ്റുപുഴയിൽ സ്ഥിരമായി താമസിച്ചിരുന്നില്ല. പരിവ്രാജകനായി ജീവിക്കുവാൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. യാത്രകളായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടമാർഗം. വൈക്കം, പെരുമ്പാവൂർ, ആലുവ, ഇടപ്പള്ളി എന്നിവിടങ്ങളെല്ലാം സ്വാമികളുടെ പവിത്ര പാദങ്ങൾ പതിഞ്ഞു. ആലുവയിൽ സ്വാമികളുടെ പഴയ പരിചയക്കാരായ പോലീസ് സൂപ്രണ്ട് പാച്ചുപിള്ള താമസമുണ്ടായിരുന്നു. കുറച്ചു കാലം സ്വാമികൾ അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. ഇവിടെ താമസിക്കുന്ന കാലത്ത് ഉൽപ്പത്തിക്ഷണുക്കളായ നിരവധി യുവാക്കൾ സ്വാമിയെ കാണുവാൻ വരുമായിരുന്നു. രാത്രികാലങ്ങളിൽ ആ യുവാക്കളോടൊത്ത് ആലുവ മണപ്പുറത്തുകൂടി വേദാന്ത വ്യവഹാരങ്ങൾ ചർച്ച ചെയ്ത് നടക്കുമായിരുന്നത് ചട്ടമ്പി സ്വാമികളുടെ ഒരു ഇഷ്ടപ്രവൃത്തി തന്നെയായിരുന്നു. ആ യുവാക്കളിൽ ഒരാളായിരുന്നു കല്ലൂർ കണ്ടൻ വൈദ്യർ. ചിലപ്പോഴൊക്കെ സ്വാമി കല്ലൂരിൽ കണ്ടൻ വൈദ്യരുടെ വീട്ടിലും താമസിച്ചിരുന്നു. എറണാകുളത്തെ ദിവാൻ സെക്രട്ടറി രാമയ്യനും പോലീസ് സൂപ്രണ്ട് ചന്തുലാലും സമാന ചിന്താഗതിക്കാരായിരുന്നു. ആധ്യാത്മിക ജ്ഞാനം ആർജിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. സായാഹ്നങ്ങളിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ആധ്യാത്മിക വിഷയങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. കൂട്ടത്തിൽ പത്മനാഭാചാരി എന്ന ആത്മവിദ്യാ പ്രവർത്തകനും ചേരുമായിരുന്നു. രജപുത്ര വംശത്തിൽപ്പെട്ട ചന്തുലാൽ ഒരു ദിവസം പുതിയൊരു സുഹൃത്തിനെ അവർക്ക് പരിചയപ്പെടുത്തി. ചട്ടമ്പി സ്വാമികളായിരുന്നു ആ ചങ്ങാതി. സ്വാമിയുടെ വേദാന്ത വിജ്ഞാനം മാത്രമല്ല അവരെ ആകർഷിച്ചത്, അതിമനോഹരമായി ഭജനുകൾ ആലപിച്ചിരുന്ന ചട്ടമ്പി സ്വാമികളുടെ സ്വരമാധുര്യവും
സംഗീത ബോധവും അവരെ അതിശയിപ്പിച്ചു. ചന്തുലാൽ ഒരിക്കലും സ്വാമിയെ തന്റെ വസതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ അന്യർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുക പതിവില്ലായിരുന്നുവെങ്കിലും ചട്ടമ്പി സ്വാമികളോടുള്ള ആദരവ് അവരെ ആ പതിവ് തെറ്റിക്കുവാൻ നിർബന്ധിതയാക്കി. ആ സന്ദർഭത്തിലാണ് ചട്ടമ്പി സ്വാമികൾക്ക് മറ്റൊരു അപൂർവ ഭാഗ്യ സിദ്ധിച്ചത്: സ്വാമി വിവേകാനന്ദനുമായുള്ള സമാഗമം. 1892 ഡിസംബറിലാണ് വിവേകാനന്ദ സ്വാമികൾ മൈസൂരിൽ നിന്ന് തൃശൂർ വഴി എറണാകുളത്തെത്തിയത്. കൊളംബിയയിലേക്കുള്ള യാത്രാമധ്യേ കേരളത്തിലെത്തിയതായിരുന്നു അദ്ദേഹം. എറണാകുളത്ത് ദിവാൻ സെക്രട്ടറി രാമയ്യന്റെ വീട്ടിലാണ് അദ്ദേഹം വിശ്രമിച്ചത്. ബംഗാളിൽ നിന്നെത്തിയ ആ മഹായോഗീശ്വരനോട് സംവാദിക്കാനും ചോദ്യങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ പരീക്ഷിക്കുവാനും എറണാകുളത്തെ സ്വാമികളുടെ സുഹൃത്ത് സംഘം തീരുമാനിച്ചു. അതിനായി ചട്ടമ്പി സ്വാമികളെയാണ് അവർ മനസ്സിൽ കണ്ടത്. ചട്ടമ്പി സ്വാമികൾക്ക് പ്രഥമ ദർശനത്തിൽ തന്നെ വിവേകാനന്ദ സ്വാമിയുടെ മൂല്യം തിരിച്ചറിയുവാൻ അനായാസം സാധിച്ചു. സ്വാമി വിവേകാനന്ദന്റെ കോമളവദനവും അദ്ദേഹത്തിന്റെ വിസ്മയകരമായ പ്രഭാഷണ ചാതുരിയും സ്വാമികളെ അത്ഭുതാതീതനാക്കി. സംസ്കൃതത്തിലാണ് ചട്ടമ്പി സ്വാമികളും വിവേകാനന്ദനും തമ്മിൽ സംസാരിച്ചത്. കീ ദൃശി ചിൻ മുദ്ര, അതായത് ചിൻ മുദ്ര എന്താണ് എന്ന ചോദ്യത്തിന് സ്വാമിയിൽ നിന്ന് ലഭിച്ച മറുപടി അതിനു മുമ്പ് ആരെയും കേട്ടിട്ടില്ലാത്ത വിധം പുതുമയുള്ളതായിരുന്നു. ചിൻമുദ്രയുടെ പ്രവർത്തനം ചട്ടമ്പി സ്വാമികൾ വിശദീകരിച്ചത് വിവേകാനന്ദനെ അത്ഭുതപ്പെടുത്തി. വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളുടെ കൈ പിടിച്ച് സ്വന്തം തല ഉനിച്ചുകൊണ്ട് വളരെ നന്നായി എന്ന് പറഞ്ഞു. ഇവിടെ മലബാറിൽ ഞാനൊരു മഹാനായ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെ ഉദ്ദേശിച്ച് വിവേകാനന്ദൻ പറഞ്ഞു അത്രേ. ഒരു സ്ഥലത്തും കൂടുതൽ ദിവസങ്ങൾ താമസിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ലായിരുന്നു. എറണാകുളത്തു നിന്നും വിട്ട് വൈക്കം, ചേർത്തല എന്നീ സ്ഥലങ്ങളിലായി പിന്നെ അദ്ദേഹത്തിന്റെ സഞ്ചാരം. വൈക്കത്ത് വൈദ്യവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന പാതിരി വൈദ്യർ, അങ്കൻ വൈദ്യർ എന്നിവരുടെ അതിഥിയായി അദ്ദേഹം താമസിക്കാറുണ്ടായിരുന്നു. ആ വൈദ്യന്മാരുടെ പുറ്റനാൾ എന്ന പ്രസിദ്ധമായ ഈഴവ ഗ്രഹത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. പുറ്റനാൾ വീട്ടിൽ ചട്ടമ്പി സ്വാമിയും നാരായണ ഗുരുവും ചിലപ്പോഴെല്ലാം ഒരുമിക്കാറുണ്ടായിരുന്നു. ഹിംസ്ര ജന്തുക്കളോടും മറ്റ് ജീവികളോടും അദ്ദേഹത്തിന് വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഹിംസ്ര ജന്തുക്കൾ പോലും ശാന്തരാകുമായിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടറായിരുന്ന ഒരു പട്ടാണിയുടെ മഹാശൂരനായ ഒരു നായ ചെങ്ങല പൊട്ടിച്ച് പുറത്തേക്കിറങ്ങി കുറെ ആളുകളെ കടിക്കുകയുണ്ടായി. ആർക്കും നിയന്ത്രിക്കുവാൻ പറ്റാതായപ്പോൾ പോലീസ് ഇൻസ്പെക്ടർ അതിനെ വെടിവെച്ച് കൊല്ലുവാൻ നിശ്ചയിച്ചു. അയാൾ പട്ടിയെ വെടിവെക്കുവാൻ ഉന്നം പിടിച്ച് നിൽക്കുന്ന സമയത്താണ് പുറ്റനാൾ കുടുംബത്തിലെ വൈദ്യ സുഹൃത്തുക്കളെ കൂട്ടി സ്വാമികൾ നായയെ കാണുവാൻ എത്തിയത്. സ്വാമി നേരെ നായയുടെ അടുത്ത് ഏകദേശം 100 അടി അകലത്തിൽ നിലയുറപ്പിച്ച് ഒന്ന് കൈഞ്ഞൊടിച്ചു. ആദ്യം നായ കുരച്ചുകൊണ്ട് ചാടി. നായ സ്വാമിയെ ആക്രമിച്ചുവെന്ന് ധരിച്ച ആളുകൾ നിലവിളിച്ചു. പക്ഷെ അടുത്ത നിമിഷം അവർ കണ്ടത് നായയുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് മൂളിപ്പാട്ട് പാടി നടക്കുന്ന സ്വാമികളെയാണ്. ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു അത്. ഈ സംഭവം സ്വാമികളെ കീർത്തി വർദ്ധിപ്പിച്ചു. ചേർത്തല, തുറവൂർ മുതലായ സ്ഥലങ്ങളിലുള്ള സുഹൃത്തുക്കളുടെ വീടുകളിൽ സ്വാമികൾ താമസിക്കുമായിരുന്നു. ഇക്കാലത്ത് ഒരു ആൺകുട്ടിയെ അദ്ദേഹത്തിന് പരിചാരകനായി ലഭിച്ചു. പിൽക്കാലത്ത് നിഴൽ പോലെ സ്വാമികൾക്കൊപ്പം അവസാന കാലം വരെ ഉണ്ടായിരുന്ന പത്മനാഭ പണിക്കരായിരുന്നു ആ ബാലൻ. നിഷ്കളങ്കനും സത്യസന്ധനും അനുസരണയുള്ളവനുമായിരുന്നു ആ ബാലൻ. ഇവിടെ നിന്നുള്ള യാത്രക്കിടയിലാണ് സ്വാമികൾ വടക്ക് പറവൂരിലെത്തിയത്. വൈക്കം സന്ദർശന വേളയിൽ സ്വാമിയുടെ പ്രഭാഷണത്തിലും പ്രബോധനത്തിലും ആകൃഷ്ടരായ കൊളവേലി കൃഷ്ണൻ വൈദ്യരാണ് അദ്ദേഹത്തെ വടക്കൻ പറവൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കൊച്ചി വേലുപ്പിള്ളയുടെ അതിഥിയായി താമസിക്കുന്ന അവസരത്തിലാണ് പിൽക്കാലത്ത് സ്വാമിയുടെ ശിഷ്യനായി തീർന്ന തീർത്ഥപാദ പരമഹംസ സ്വാമികൾ ചട്ടമ്പി സ്വാമികളെ കാണുന്നത്. പൂർവാശ്രമത്തിൽ നാണുക്കുറുപ്പ് എന്നു പേരുള്ള ആ യുവാവ് അമ്മയുടെ ഒരേ ഒരു സന്താനമായിരുന്നു. 1899 തീർത്ഥപാദ പരമഹംസർ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത്. പറവൂരിലെ വടക്കേക്കര മഠത്തിൽ നിന്ന് ആഭിജാത നായർ കുടുംബത്തിലെ അംഗമായിരുന്ന അയാൾ ചട്ടമ്പി സ്വാമികൾ മന്ത്രോപദേശം നൽകി തീർത്ഥാവതാത ഹംസരെ തന്റെ ശിഷ്യരായി സ്വീകരിക്കുകയും ചെയ്തു. തീർത്ഥപാദ പരമഹംസർ ജ്യോതിശാസ്ത്രജ്ഞൻ, വാഗ്മി എന്നീ നിരകളിൽ പ്രശസ്തനായിരുന്നു. പറവൂരിൽ സ്വാമി ഏറെ സ്നേഹിച്ചിരുന്ന ഒരു മാന്യനായിരുന്നു ചെറയായ അച്യുതൻ വൈദ്യർ. പറവൂരിലെത്തിയ അച്യുതൻ വൈദ്യരെ കാണാതെ സ്വാമി തിരിച്ചു പോകുവാറില്ലായിരുന്നു. സ്വന്തം കൈകൊണ്ട് ആഹാരം പാകം ചെയ്തത് സ്വാമികൾക്ക് വിളമ്പിക്കൊടുക്കുവാൻ വൈദ്യർക്ക് വലിയ താല്പര്യമായിരുന്നു. വൈദ്യരും സ്വാമികളും തമ്മിലുള്ള ബന്ധം സുദൃഢമായിരുന്നു. അടുത്തത് സാധാരണക്കാരനായ ഒരു സന്യാസി എന്ന അധ്യായമാണ്. തുടരും.